അതേപോലെ തന്നെ ഈ സൈഡ്സിൽ ഈ ഫ്രണ്ടിലുള്ള ബാക്കിയുള്ള പല്ലുകൾക്കും സൈഡ്സിൽ പഴയ കോമ്പോസിറ്റ് ഫില്ലിങ്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഡിസ്കളറേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇനി വരാത്ത രീതിയിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ് അവർ ഉദ്ദേശിച്ചിട്ട് വന്നിട്ടുള്ളത്. ഡോക്ടറെ, ഈ നിര തട്ടിയ പല്ലുകളൊക്കെ നമുക്ക് വെനീർ യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു പരിധി വരെ നിര തെറ്റിയുള്ള പല്ലുകളൊക്കെ നമുക്ക് വെനീഴ്സ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും, ബൈറ്റിൻ്റെ ഇഷ്യൂസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ. ഈ അടുത്ത് നമ്മളടുത്ത് വന്നിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ഫോട്ടോസും വെച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതെന്നുള്ളത്. ഈ ഒരു പേഷ്യൻറ്റിൻ്റെത് ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ കൺസേൺ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇവർക്ക് ഈ നിര തെറ്റിയിരിക്കുന്ന പല്ലുകൾ കറക്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഡിസ്കളറേഷൻസ് ഉണ്ട് പല്ലിന്. ഈ പല്ലിന് കുറേ വർഷം മുന്നേ അവർ റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു കോമ്പോസിറ്റ് ഫില്ലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പല്ലിന് മൊത്തത്തിലൊരു ഡിസ്കളറേഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡ്സിൽ ഈ ഫ്രണ്ടിലുള്ള ബാക്കിയുള്ള പല്ലുകൾക്കും സൈഡ്സിൽ പഴയ കോമ്പോസിറ്റ് ഫില്ലിങ്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഡിസ്കളറേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇനി വരാത്ത രീതിയിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ് അവർ ഉദ്ദേശിച്ചിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ സൈഡ്സിൽ നിന്നുള്ള ഫോട്ടോസും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് അവരുടെ റൈറ്റ് സൈഡ് ഉണ്ടായിരുന്നത്. ഈ പല്ലൊക്കെ ഇങ്ങനെ കുറച്ച് കയറി ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ലെഫ്റ്റ് സൈഡ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ കേസിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിര തെറ്റിയത് മാത്രമേ കൺസേൺ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് കമ്പി ഇട്ടിട്ടോ അലൈനർ ചെയ്തിട്ടൊക്കെ റെഡിയാക്കാം. പക്ഷെ അത് മാത്രമല്ല ചെയ്യാനുണ്ടായിരുന്നത്. സോറി, ഈ പേഷ്യൻ്റെ കേസിൽ നമുക്ക് ഈ പേഷ്യൻറ്റിന് നിര തെറ്റിയത് മാത്രമേ കൺസേൺ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പി ഇട്ടിട്ടോ അലൈനർ ചെയ്തിട്ടൊക്കെ റെഡിയാക്കാൻ പറ്റും. പക്ഷെ അവർക്ക് അതിനൊന്നും സമയവും ഇല്ല. പിന്നെ അത് മാത്രമല്ല ഡിസ്കളറേഷൻ പെട്ടെന്ന് മാസ്ക് ചെയ്ത് കിട്ടും വേണം. അപ്പോൾ ഇവരുടെ കേസിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഡിസ്കളറേഷൻ വന്നിട്ടുള്ള, അതായത് ഈ പല്ലിന് ഈ ഫ്രണ്ടത്തെ കളർ വ്യത്യാസം വന്നിട്ടുള്ള പല്ലിന് ഒരു കംപ്ലീറ്റ് കവർ ചെയ്യുന്നൊരു ക്രൗൺ ആണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള പല്ലുകൾക്ക് വെനീഴ്സും ആയിരുന്നു സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെയാണ് അവരുടെ ഫൈനൽ റിസൾട്ട് വരുന്നത്. കവർ ഇമാക്സ് ക്രൗൺ ആണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളത് ഇമാക്സ് വെനീറും 4 പല്ലുകൾക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ സൈഡ്സ് എന്നുള്ള ഫോട്ടോസ് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഭംഗി മനസ്സിലാകും. അങ്ങനെയാണ് അവരുടെ റൈറ്റ് സൈഡ് വരുന്നത്. ആ 2 പല്ലെന്താ അങ്ങനെ അത് കറക്റ്റ് ചെയ്തോളൂ? ആ 2 സൂചിപ്പല്ല്, ഈ 2 അല്ലേ? ഇതും നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് അതും കൂടെ കറക്റ്റ് ചെയ്താലായിരിക്കും ഭംഗി കൂടുതലായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ പേഷ്യൻറ്റിനോട് അത് പറഞ്ഞപ്പം പേഷ്യൻറ്റിന് അത് ഓക്കെ ആയിരുന്നു. ആ പല്ലുകൾ അതിന് പ്രശ്നങ്ങളൊന്നുമില്ല, ഇഷ്യൂസൊന്നും ഇല്ല, അത് കയറി നിൽക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവർക്ക് കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നു. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ താല്പര്യം കൂടെ നോക്കിയിട്ടാണല്ലോ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഫൈനൽ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഈ 4 പല്ലുകളാണ് ചെയ്തിട്ടുള്ളത്. അവിടെ സൈഡ്സ് ഒന്ന് നോക്കുമ്പോൾ അത് വലിയ ഇഷ്യൂ അല്ല. കണ്ടോ, റൈറ്റ് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്, ലെഫ്റ്റ് സൈഡ് ഇങ്ങനെയാണ്. നിര തെറ്റിയിട്ടുള്ള പല്ലുകളും ഇപ്പോൾ നമുക്ക് വെനീഴ്സ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഡോക്ടർ, താങ്ക് യു.